ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വീക്കെൻഡായിട്ട് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു സാലഡ് റെസിപ്പി, ചിക്കൻ പാസ്ത സാലഡ് അല്ലെങ്കിൽ മാക്കറോണി ചിക്കൻ സാലഡ് എന്ന് പറയാം. നമുക്ക് കൂളിംഗ് ആണ്, ഫില്ലിംഗ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഈ ചൂടുകാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. കോൾഡ് സാലഡ്സ് ഇഷ്ടമുള്ളവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം. 3 കപ്പ് ഏതെങ്കിലും തരം പാസ്ത, മാക്കറോണി യൂസ് ചെയ്യാം. ഞാൻ ട്രൈ കളർ പാസ്ത, ഒരു കളർഫുള്ളായിട്ടുള്ള പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഇഷ്ടമുള്ള പാസ്ത യൂസ് ചെയ്താൽ മതി. ഒരിടത്തരം സൈസ് ഗ്രീൻ ക്യാപ്സിക്കം, ഒരിടത്തരം സൈസ് റെഡ് ക്യാപ്സിക്കം, 1/4 കപ്പ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലാവാം സ്വീറ്റ് കോൺ, ഫ്രോസൺ ആയിട്ട് പാക്കറ്റിൽ കിട്ടില്ല, അത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ 1/2 കപ്പ് പിക്കിൾ ക്യൂക്കമ്പർ, ഏതെങ്കിലും ഡിൽ പിക്കിൾ യൂസ് ചെയ്യാം. ജാറിൽ നമുക്ക് കിട്ടൂലേ, ബർഗറിനൊക്കെ യൂസ് ചെയ്യുന്ന പിക്കിൾ, അത് ചോപ്പ് ചെയ്ത് എടുക്കാനുള്ളതാണ്. ഏതെങ്കിലും യൂസ് ചെയ്യാം. 1/2 കപ്പ്, അതില്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഒരു 1/2 കപ്പിൽ കുറച്ച് കുറവ് കട്ടി തൈരും വേണം. അതേ അളവിൽ തന്നെ മയണൈസും വേണം. മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ മാക്കറോണി ചിക്കൻ സാലഡിന് കുറച്ച് ചിക്കൻ വേണം. 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ്, തൊലിയോടുകൂടിയുള്ളത്. ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഗ്രില്ല് ചെയ്യാൻ ഓവൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാം. ഓവനില്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ബ്രസ്റ്റ് തോലിയോടുകൂടി തന്നെ നന്നായി കഴുകിയതിന് ശേഷം ഒരു കിച്ചൺ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പാറ്റ് ചെയ്ത് വെള്ളമൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ ആ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 1.5 ടീസ്പൂൺ ഏതെങ്കിലും സീസണിങ്, ഈ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ ഡ്രൈഡ് ടാരഗൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ എന്തെങ്കിലും ഡ്രൈ സീസണിങ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. 3 ടീസ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ പേസ്റ്റാക്കിയ ഗാർലിക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചിക്കനുമ്പോൾ നന്നായിട്ട് പറ്റി പിടിപ്പിക്കണം. ചിക്കൻ ബ്രസ്റ്റിൽ വെള്ളം തീരെ പാടില്ല, അത് നന്നായിട്ട് പാറ്റ് ഡ്രൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പറ്റുക. അതുപോലെ സ്കിന്നിൻ്റെ അടിയിലും കുറച്ച് ഒന്ന് കയറ്റി കൊടുക്കാൻ മറക്കണ്ട, സ്കിൻ കീറാതെ. സ്കിന്നോടുകൂടി ഗ്രില്ല് ചെയ്യുമ്പോഴാണ് നല്ല മോയിസ്റ്റായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് സ്കിന്ന് മാറ്റാതെ നോക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ ഒന്ന് മുകളിൽ കൂടി ഡ്രിസിൽ ചെയ്ത് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ ലോവർ റാക്കിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് കൊടുക്കാം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ. അപ്പോൾ ഈ 30 മിനിറ്റ് കഴിയുമ്പോൾ ഓവനിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മുകളിലത്തെ റാക്കിലേക്ക് വെക്കണം, ഓവൻ്റെ അപ്പർ റാക്കിലേക്ക്. എന്നിട്ട് 20-25 മിനിറ്റ് വീണ്ടും ബ്രോയിലർ സെറ്റിംഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിട്ട് ബ്രോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ മുകളിൽ നിന്ന് മാത്രം ചൂടുള്ള ബേക്കിംഗ് ആണത്. അപ്പോൾ ആ സ്കിന്ന് നല്ല ക്രിസ്പായിട്ട് ഗോൾഡൻ ബ്രൗൺ ക്രിസ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതേ മെത്തേഡ് നമ്മൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു നല്ല മൂടിയുള്ളൊരു പാൻ, നോൺ സ്റ്റിക്ക് പാനിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് പതുക്കനെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അടിയിൽ കുറച്ച് ഓലിവ് ഓയിൽ പറ്റി കൊടുക്കണം പാനിൻ്റെ, വളരെ ലോ ഫ്ലെയിം ആയിരിക്കണം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് അടി കുക്കായിട്ടുണ്ടാവും. എന്നിട്ടിത് മറിച്ചിട്ടിട്ട് കുറച്ചും കൂടി ഓലിവ് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. മറിച്ചിട്ടിട്ട് സ്കിന്ന് സൈഡും കൂടി ഗോൾഡൻ ആവണ വരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി ചിക്കൻ വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യണ സമയത്ത് നമുക്ക് പാസ്ത കുക്ക് ചെയ്യാം. ഏത് തരം പാസ്റ്റയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് കുക്ക് ചെയ്യാം. ഞാൻ കളർഫുൾ പാസ്റ്റയാണ് യൂസ് ചെയ്യുന്നത് ഈ റെസിപ്പിക്ക്. ഇതുപോലത്തത് കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്രോണി മതി. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വലിയൊരു പാത്രത്തിൽ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ പാസ്ത ആഡ് ചെയ്യാം. എന്നിട്ടൊരു 15 മിനിറ്റ് കുക്കാകുമ്പോഴേക്കും അത് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു ചെറിയ കടി ബാക്കി നിൽക്കണം എപ്പോഴും പാസ്ത കുക്ക് ചെയ്യുമ്പോൾ, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അപ്പോൾ പാസ്ത കുക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് നന്നായിട്ട് കൂളാവാൻ മാറ്റി വെക്കണം. ചൂടുണ്ടാവരുത് സാലഡിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് വേഗം നമ്മുടെ ക്യാപ്സിക്കവും ഒക്കെ ചോപ്പ് ചെയ്ത് വെക്കാം, പാസ്തയിലേക്ക് ചേർക്കാനുള്ളതൊക്കെ. പച്ച ക്യാപ്സിക്കം, ചുമന്ന ക്യാപ്സിക്കം,
ഇതുപോലെ ചെറിയ ഡൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ട. പിന്നെ ഫ്രോസൺ കോൺ തോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്കിളും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ പീസായിട്ടാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ കട്ടി തൈരും അതിൻ്റെ കൂടെ മയണൈസും രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് ഇതുപോലെ സ്മൂത്ത് ആക്കിയിട്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളകും ടേസ്റ്റിനനുസരിച്ച് ഇടുക. എന്നിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ചിക്കൻ ഗ്രില്ലാവാൻ ഇനിയും സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. എല്ലാത്തിനും തണുപ്പുള്ളതാണ് നല്ലത്. അപ്പോൾ ചിക്കൻ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നെടുത്ത് പീൽ ചെയ്ത് മാറ്റിക്കളയാം. അതിൻ്റെ ആവശ്യമില്ല. സ്കിന്നോടുകൂടി ബേക്ക് ചെയ്ത കാരണം തന്നെ ഇത് നല്ല ടെൻഡറായിരിക്കും, നല്ല മോയിസ്റ്റുമായിരിക്കും. ഇതിനി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയല്ലോ. ഇനി നമുക്ക് പാസ്ത സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ പാസ്ത വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഒക്കെ കൂടി മിക്സ് ചെയ്യാൻ പോണത്. കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത തണുത്ത പാസ്ത അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച തൈരും മയണൈസും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് ടോസ് ചെയ്ത് മിക്സ് ചെയ്ത് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരേപോലെ ആകുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ നന്നായി മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ചില്ല് ചെയ്യണം. നല്ല തണുത്തിരിക്കുമ്പോൾ സെർവ് ചെയ്യുമ്പോഴാണ് ഈ സാലഡിന് ഏറ്റവും ടേസ്റ്റ്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കുറച്ച് ടെക്സ്ചറും കുറച്ച് നല്ല കളറും ഒക്കെ ഉള്ള ഒരു മാക്രോണി ചിക്കൻ സാലഡ് ഈ ചൂടുകാലത്ത് പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.